അങ്ങനെ അഞ്ചാമത്തെ സീസണോടുകൂടി നമ്മുടെ മീം കൾച്ചറിൻ്റെ ഒരു ട്രെൻഡായിട്ടുണ്ടായിരുന്ന ബോയ്സ് സീരീസ് എൻഡായിരിക്കുകയാണ്. ആക്ച്വലി ഫിനാലെ ഇതുവരെയും കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് കണ്ടിട്ട് വരിക. കാരണം ഈ വീഡിയോയിൽ കുറച്ച് സ്പോയിലേഴ്സ് ഒക്കെ ഉണ്ടാവും. കാരണം ആ എപ്പിസോഡിൻ്റെ മൊത്തത്തിലുള്ള ആ ഒരു ബോയ്സ് സീരീസിൻ്റെ തന്നെ ഒരു സമ്മറിയൊക്കെ നമ്മളിതിൽ പറയുന്നതായിരിക്കും. ആക്ച്വലി തുടക്കം തൊട്ടുള്ള സീസൺസ്, അതായത് സീസൺ 1 തൊട്ട് സീസൺ 5 വരെ ഉള്ളതിൽ തന്നെ ഏറ്റവും ലോവസ്റ്റ് റേറ്റിംഗ് കിട്ടിയിട്ടുള്ള ഒരു സീസണായിരുന്നു സീസൺ 5. അതായത് ഒട്ടുമിക്ക സീസൺ 5 എല്ലാ എപ്പിസോഡ്സും എന്തോ ഒരു ഫില്ലർ പോലെയാണ് എല്ലാവർക്കും ഫീൽ ചെയ്തുകൊണ്ടിരുന്നത്. സീസൺ 5ൻ്റെ 7th എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ഉണ്ടായിരുന്നൊരു ഡൗട്ടായിരുന്നു. അതായത് ഇങ്ങനൊരൊറ്റ എപ്പിസോഡേ ഉള്ളൂ, ഫിനാലെയാണ്, അതിലെങ്ങനെയാണ് ഇവന്മാർ ഇമ്മോർട്ടലായിട്ടുള്ള ആ ഹോം ലാൻഡറിനെ കൊല്ലാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. സോ ആ ഡൗട്ടൊക്കെ ജസ്റ്റിഫൈങ് ആയിട്ട് തന്നെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇനി ആ എപ്പിസോഡിലേക്ക് വരികയാണെങ്കിൽ തുടക്കത്തിൽ ഓഫ് കോഴ്സ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ഫ്രഞ്ചി മരിച്ചിട്ടുണ്ടാവും. അങ്ങനെ പുള്ളിയുടെ ഒരു ഫ്യൂണറലിലൊക്കെ കാണിച്ചുകൊണ്ടാണ് സ്ലോലിയാണ് എപ്പിസോഡ് തുടങ്ങുന്നത്. അങ്ങനെ ഓൾറെഡി തന്നെ നമ്മുടെ സോൾജർ ബോയുടെ പവേഴ്സ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സേജും ഫ്രഞ്ചും കൂടി ട്രൈ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ അവർ സക്സസ്ഫുള്ളി അത് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഫസ്റ്റ് തന്നെ അത് യൂസ് ചെയ്യുന്നത് ഉണ്ടാക്കിയ ആശാൻ്റെ നെഞ്ചത്തെന്ന് പറഞ്ഞ പോലെ സേജിൻ്റെ മേത്തു. അങ്ങനെ സേജും നിങ്ങൾ എന്തായാലും ഹോം ലാൻഡറിനെ കൊല്ലാൻ പോകാമെന്ന് പറഞ്ഞ് ചാവാൻ പോവാണ്, ഞാൻ എൻ്റെ പണി നോക്കി പോകാമെന്ന് പറഞ്ഞിട്ട് അവൾ ഇപ്പോൾ സൂപ്പർ പവേഴ്സ് ഇല്ലാത്ത അവളുടെ പവേഴ്സൊക്കെ അവളുടെ നോർമൽ ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സേജ് പോയി. അങ്ങനെ ബോയ്സ് എന്താ അഫ്കോഴ്സ് റിവഞ്ച് ഹോം ലാൻഡറിനെ കൊല്ലണം, അതിനുവേണ്ടി ഇറങ്ങുകയാണ്. അതേസമയം ആ തുരപ്പം ഹോം ലാൻഡർ ആണെങ്കിലോ വൈറ്റ് ഹൗസിൽ ആ പ്രസിഡൻറ്റിൻ്റെ ചെയറിൽ ഇരുന്നിട്ട് മൊത്തം ബ്രോഡ്കാസ്റ്റ് ചെയ്യാണ്. അതാണ് ഞാനാണ് ദൈവം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വിശ്വസിക്കാത്തവരൊക്കെ തട്ടിക്കളയെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഈ ടൈമിൽ ജനങ്ങളുടെ ഇടയിൽ തന്നെ ഒരു പേടി ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ടൈമിലാണ് നമ്മുടെ ബോയ്സിൻ്റെ എൻട്രി. ആക്ച്വലി ബുച്ചറിന് സൂപ്പർ പവേഴ്സ് ഉണ്ടെങ്കിലും ഹോം ലാൻഡറിൻ്റെ കൂടെ ഇത്ര അടിച്ച് പിടിച്ച് നിൽക്കാൻ പറ്റുമെന്ന് ആ ഒരു എപ്പിസോഡ് കാണുമ്പോഴാണ് മനസ്സിലായത്. ഇത്രയും പവേഴ്സ് വെച്ചിട്ടാണോ നീ അടി കിട്ടി ഓടിക്കൊണ്ടിരുന്നത്? പക്ഷേ ഹോം ലാൻഡറിന് എന്തായാലും മനസ്സിലായി ഇവിടെ നിന്ന പണി വാളുന്നു. അതുകൊണ്ട് പുള്ളി പെട്ടെന്ന് അവരൊക്കെ അടിച്ചിട്ടിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആകാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അഫ്കോഴ്സ് വിടത്തില്ലല്ലോ, അങ്ങനെ പിടിച്ച് വെച്ച് കെട്ടിവെച്ചു. അങ്ങനെ പുള്ളി ജസ്റ്റ് മിസ്സിലൊന്ന് എസ്കേപ്പ് ആവാൻ നോക്കുന്ന ഗ്യാപ്പിലോ പുള്ളിയുടെ മോൻ വന്നിട്ട് പണി തന്നു. അങ്ങനെ എന്താ രണ്ടെണ്ണം കൂടി പിടിച്ചു വെച്ചു. കിമിക്കോ നമ്മുടെ സോൾജർ ബോയുടെ റെപ്ലിക്കേറ്റ് ചെയ്ത പവേഴ്സ് യൂസ് ചെയ്തു. നമ്മുടെ ഹോം ലാൻഡർ പവർലെസ്സായി മാറി. ആക്ച്വലി ഒരുപാട് പേര് പേടിച്ചുകൊണ്ടിരുന്നൊരു കാര്യമാണ്. അതായത് സീസൺ ഫിനാലെ ബാക്കിയുള്ള ഒരുപാട് നല്ല ഷോസൊക്കെ ഉണ്ടാവും. അതായത് ഗെയിം ഓഫ് ത്രോൺസ്, സ്ട്രേഞ്ചർ തിങ്സ്, ഇതേപോലെ ഒരുപാട് ഫേമസ് ഷോസിൻ്റെ ഒക്കെ ഫിനാലെ ഇവന്മാർ കൊണ്ട് തൊലച്ചിട്ടുണ്ടാവും. അതേപോലെ ഒരു അവസ്ഥയായിരിക്കും ബോയ്സിൻ്റെയും എന്നുള്ളൊരു പ്രഡിക്ഷനിലായിരുന്നു എല്ലാവരും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതായത് ബുച്ചർ വേഴ്സസ് ഹോം ലാൻഡർ എന്നുള്ളൊരു ഫൈറ്റ് കാണാതെ നമുക്ക് അവസാനിക്കേണ്ടി വരുമെന്ന്, ഹോം ലാൻഡർ ജയിക്കുന്ന പോലെ എങ്ങാനും ഈ എപ്പിസോഡ് തീർക്കുമെന്നൊക്കെ രീതിക്കായിരുന്നു എല്ലാവരും റൂമേഴ്സ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷേ ഫാൻസിനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടാണ് ഈ എപ്പിസോഡ് തന്നെ തീർന്നിട്ടുള്ളത്. പവേഴ്സ് പോയതിനു ശേഷം പുള്ളി അത് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആകാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് കാണുമ്പോൾ സങ്കടമാവും. ട്രെയിനെ നമ്മുടെ ഹോം ലാൻഡർ കൊല്ലുമ്പോൾ പറയുന്നുണ്ട്, അതായത് ഈ പവേഴ്സ് ഇല്ലെങ്കിൽ നീ ഒരു തേങ്ങയല്ലെന്ന്. അത് എന്താണെന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് കാണിച്ചു തന്നു. അതായത് പവേഴ്സ് ഇല്ലെങ്കിൽ ഹോം ലാൻഡർ ഒരു തേങ്ങയല്ല. ബില്ലി ബുച്ചറിൻ്റെ പവേഴ്സ് ഓൾറെഡി അപ്പോൾ ആ കിമിക്കോയുടെ ബ്ലാസ്റ്റ് കാരണം പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ബില്ലി ബുച്ചറിൻ്റെ മുമ്പിൽ ഒന്നുമല്ല പുള്ളി കൂളായിട്ടാണ് അടിച്ചിടുന്നത്. അതായത് ഹോം ലാൻഡർ വേഴ്സസ് ബില്ലി ബുച്ചർ എന്നുള്ളൊരു ഫൈറ്റ് നമ്മൾ കോമിക്സിൽ ഇതേപോലെ ഒരു ക്ലിയർ ഫൈറ്റ് കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഇതിൽ ഒരു ക്ലിയർ ഫൈറ്റ് നമുക്ക് കാണാൻ പറ്റി. അവസാനം കാല് പിടിച്ച് കരയുന്ന പോലെ പുള്ളിയുടെ ഒരു കരച്ചിലുണ്ട്, തള്ള സഹിക്കത്തില്ല പാവം. പിന്നെ എന്താ ബില്ലി ബുച്ചർ പുള്ളിയുടെ ഐക്കോണിക് ആയിട്ടുള്ള ആ ക്രോസ് ബാർ എടുത്ത് നെറ്റിക്ക് തന്നെ ഇറക്കി പുള്ളിനെ ഞങ്ങൾക്ക് കൊന്നു കളയും. അതിനുശേഷം നമ്മുടെ സൂപ്പർ പവേഴ്സ് ഇല്ലാത്ത അവരൊക്കെ അവരുടെ ജീവിതം നോക്കിപ്പോയി. നമ്മുടെ സ്റ്റാർലൈറ്റ് പ്രഗ്നൻ്റ് ആയിട്ടുള്ള പോലെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിനുശേഷം നമ്മുടെ ബില്ലി ബുച്ചറും മരിക്കുന്നുണ്ട്. അതായത് പുള്ളി വീണ്ടും ആ വൈറസ് കൊണ്ടിട്ട് ബാക്കിയുള്ള എല്ലാ സൂപ്സിനെയും കൊല്ലാൻ വേണ്ടി പോകും. പക്ഷേ ഹ്യൂയി വേറെ നിവർത്തിയില്ലാതെ പുള്ളിനെ കൊല്ലുന്നുണ്ട്. അങ്ങനെ പുള്ളിയും പുള്ളിയുടെ ഫെയ്ത്ത് അക്സെപ്റ്റ് ചെയ്ത് ബില്ലി ബുച്ചറും സമാധിയായി. ഹീറോയും വില്ലനും എൻഡായി. ആക്ച്വലി ഇതിന് മുമ്പ് ഒരുപാട് റൂമേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ ബോയ്സിനെ ബേസ് ചെയ്തിട്ട് ഒരു സ്പിൻ ഓഫ് ഉണ്ടായിരുന്നു. ഓൾറെഡി ജെൻവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പിൻ ഓഫ് ഉണ്ടായിരുന്നു, അതെന്തായാലും ക്യാൻസലായി. ഇപ്പോൾ പുതിയൊരു സ്പിൻ ഓഫ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ സോൾജർ ബോയിനെ ബേസ് ചെയ്തിട്ട് പുള്ളിയുടെ ഒരു സ്പിൻ ഓഫ്, അതായത് പുള്ളി ആ ടൈമിൽ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ബോംബ് സൈറ്റിനൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്പിൻ ഓഫ്. സോ അതിൻ്റെ ഒരു ലീഡ് കൊടുക്കുന്ന പോലെ ഇതിൽ നമ്മുടെ ഹോം ലാൻഡറൊക്കെ മരിച്ചതിന് ശേഷം ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ പോലെ നമ്മുടെ സോൾജർ ബോയിനെ കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കണ്ടില്ല എന്തായാലും. ഒരു പക്ഷേ ചിലപ്പോൾ നമ്മുടെ സോൾജർ ബോയ് ചിലപ്പോൾ തിരിച്ചു വരാം. കാരണം പുള്ളിനെ ആ ഹൈബർനേഷൻ സംഭവത്തിൽ ഇട്ടിട്ടുള്ള പോലെയാണ് കാണിച്ചിട്ടുള്ളത്. പുള്ളിനെ കൊന്നോ അതോ പുള്ളി ചത്തോ അല്ലെങ്കിൽ ജീവനോടെ തന്നെ ഹൈബർനേഷൻ്റെ ഉള്ളിലാണെന്നുള്ളതൊന്നും ഒരു വിവരമില്ല. ചിലപ്പോൾ കൊന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പുള്ളിനെ നോക്കൗട്ട് ചെയ്തിട്ട് ആ ഹൈബർനേഷൻ്റെ ഉള്ളിലാക്കിയതായിരിക്കാം നമ്മുടെ ഹോം ലാൻഡർ. അങ്ങനെ ഹോം ലാൻഡർ പുള്ളിനെ അതിൻ്റെ ഉള്ളിൽ അടച്ചു വെച്ചാണെങ്കിൽ പുതിയൊരു പണിയാണ് വരാൻ വേണ്ടി പോകുന്നത്. കാരണം ഹോം ലാൻഡർ ഇല്ല, ഇനി സോൾജർ ബോയ് ആണ് സുപ്രീം പവർ. അപ്പോൾ പുള്ളി ചിലപ്പോൾ വോട്ടിനെ ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ചിലപ്പോൾ അത് നമ്മുടെ ആ സോൾജർ ബോയുടെ ആ സ്പിൻ ഓഫ് സീരീസ് വരുമ്പോഴേക്കും അറിയാൻ വേണ്ടി പോകുന്നത് പുള്ളിക്ക് എന്താണ് പറ്റിയെന്നുള്ള കാര്യങ്ങളൊക്കെ. ഇനി ഈ സീരീസിലേക്ക് വരികയാണെങ്കിൽ ഓക്കെ, ഫാൻസൊക്കെ വിചാരിച്ച പോലെ തന്നെയാണ് എൻ്റെ ചെയ്തിട്ടുള്ള പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറി തന്നെയാണ്. പക്ഷേ കോമിക്സിൽ വെച്ചിട്ട് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. കാരണം കോമിക്കിൽ നമ്മുടെ ഹോം ലാൻഡറിൻ്റെ തന്നെ ഒരു ക്ലോണാണ് ബ്ലാക്ക് നോയർ എന്ന് പറയുന്നത്. അങ്ങനെ ആ ബ്ലാക്ക് നോയറാണ് ഹോം ലാൻഡറിനെ കൊല്ലുന്നത്. ആക്ച്വലി ഹോം ലാൻഡറിൻ്റെ പേരിൽ ഒരുപാട് നമ്മുടെ ബില്ലി ബുച്ചറിൻ്റെ ഭാര്യേൻ്റെ അടുത്ത് തെറ്റായിട്ട് നടന്നിട്ടുള്ളതൊക്കെ ഈ ബ്ലാക്ക് നോയർ ആയിരിക്കും. അതായത് ഹോം ലാൻഡറിൻ്റെ ക്ലോൺ ആയിട്ടുള്ള ഈ ബ്ലാക്ക് നോയർ.
അങ്ങനെ ആ ബ്ലാക്ക് നോയർ ആക്ച്വലി ബ്ലാക്ക് നോയറിനെ വോട്ട് ക്രിയേറ്റ് ചെയ്ത് തന്നെ ഹോംലാൻഡർ എപ്പോഴെങ്കിലും ഔട്ട് ഓഫ് കൺട്രോൾ ആണെങ്കിൽ പുള്ളിനെ തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാക്കപ്പ് പ്ലാനായിട്ടാണ്. പക്ഷേ ആ പുള്ളിയായിരിക്കും സൈക്കോ ആയിട്ട് എല്ലാ തെണ്ടിത്തരം ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ പക്ഷേ ഹോംലാൻഡർ അതിൽ തെണ്ടിയായിരിക്കും. അങ്ങനെ അവസാനം ഈ ഹോംലാൻഡറും ബ്ലാക്ക് നോയറും തമ്മിലുള്ളൊരു ഫൈറ്റിൽ ഈ ബ്ലാക്ക് നോയർ ഹോംലാൻഡറിനെ കൊന്നിട്ടുണ്ടാവും. അങ്ങനെ എന്നിട്ട് അവസാനം പുള്ളി അവശിഷ്ടങ്ങളൊക്കെ ആയിട്ട് പാതി പീസോടൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ ബില്ലി ബുച്ചർ ആ ക്രോസ് ബോ ആയിട്ട് വന്നിട്ട് പുള്ളിനെ ആ ബ്ലാക്ക് നോയറിനെ അങ്ങ് കൊന്നുകളയും. ഓൾമോസ്റ്റ് അതേപോലെ തന്നെ ഒരു ഐക്കോണിക് സംഭവമാണ് ഈ ബോയ്സിൻ്റെ എൻഡിങ്ങിലും ആ ക്രോസ് ബോ വെച്ചിട്ട് നമ്മുടെ ബില്ലി ബുച്ചറും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിൽ ബ്ലാക്ക് നോയർ അല്ല, ഹോംലാൻഡർ ആണെന്നേ ഉള്ളൂ. എങ്കിലും പക്ഷേ മൊത്തത്തിൽ ഈ എപ്പിസോഡ് തന്നെ ഒരുമാതിരി റഷ് ആയതുപോലെ തോന്നും. അതായത് പെട്ടെന്ന് ഓരോന്ന് നടക്കുന്നു. പെട്ടെന്ന് നമ്മുടെ എപ്പിസോഡിൻ്റെ ഒരു പകുതി മുക്കാലായപ്പോഴേക്കും ഹോംലാൻഡറിനെ തട്ടിക്കളഞ്ഞു. അതായത് ലാസ്റ്റ് എപ്പിസോഡ്, അതായത് ഇനി ഒരൊറ്റ എപ്പിസോഡേ ഉള്ളൂ. ആ ഒരൊറ്റ എപ്പിസോഡിൽ എങ്ങനെ ഇവർ ഹോംലാൻഡറിനെ കൊല്ലുന്നൊക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ എപ്പിസോഡിൻ്റെ പകുതി ആയപ്പോൾ തന്നെ ഹോംലാൻഡറിനെ കൊന്നുകളഞ്ഞു. സോ വളരെ ഒരു ഫാസ്റ്റ് ഫോർവേഡായിട്ട് പോയതുപോലെ എനിക്ക് തോന്നി. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. ആക്ച്വലി വേണമെങ്കിൽ ഇനിയും ഇവർക്ക് ഈ സീസൺ കൊണ്ടുപോവാം. ഇതിൻ്റെ അടുത്ത സീസൺസ് വെച്ചിട്ട് കൊണ്ടുപോവാം. കാരണം ഇതിൽ ഹോംലാൻഡറിൻ്റെ സ്റ്റോറിയേ എൻഡ് ആയിട്ടുള്ളൂ, ബോയ്സിൻ്റെ സ്റ്റോറി എൻഡ് ആയിട്ടില്ല. കാരണം ബോയ്സ് ഇപ്പോഴും ഉണ്ട്, സൂപ്പർ ഹീറോസും ഇപ്പോൾ തന്നെ ഉണ്ട്. ഇപ്പോൾ ഹോംലാൻഡർ എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഹീറോ ആണ്. നാളെ പുള്ളിനേക്കാളും പവർഫുൾ ആയിട്ടുള്ളോ അല്ലെങ്കിൽ പുള്ളിയുടെ അത്രയും പവർഫുൾ ആയിട്ടുള്ള വേറെ ഒരു സൂപ്പർ ഹീറോ ക്രിയേറ്റ് ആവും. ഹോംലാൻഡർ സ്ഥാനത്തേക്ക് ചിലപ്പോൾ പുള്ളി വരും. കാരണം വോട്ട് ഇപ്പോഴും ആ യൂണിവേഴ്സിലുണ്ട്. ആക്ച്വലി ആ ബില്ലി ബുച്ചർ ആയിരുന്നു കറക്റ്റ്. ആ വൈറസ് റിലീസ് ചെയ്തിട്ട് എല്ലാ സൂപ്പർ ഹീറോസിനെ അങ്ങ് കൊന്നാളനായിരുന്നു. ആ പൊട്ട ഹ്യൂയ്ക്ക് എന്തിൻ്റെ കേടാണാവോ? അവന് സ്റ്റാർലൈറ്റിനെ വേണമെങ്കിൽ ആ കിമിക്കോൻ്റെ പവർ വെച്ചിട്ട് ആ സ്റ്റാർലൈറ്റിനെ പവേഴ്സ് ഇല്ലാതാക്കിയിട്ട് പുള്ളിക്ക് സന്തോഷമായിട്ട് ജീവിച്ചൂടെ? പൊട്ടനാണോ അവൻ? സോ ഇനി എൻ്റെ ഒരു റിവ്യൂ ആയിട്ട് നോക്കുകയാണെങ്കിൽ മൊത്തം സീസൺസും ഒന്നും പറയാനില്ല, കിടൻ തന്നെയാണ്. പക്ഷേ ഈ ഫൈനൽ സീസൺ മൊത്തത്തിലൊരു ഫില്ലർ പോലെയാണ് ഓരോ എപ്പിസോഡും ഫീൽ ആയിട്ടുള്ളത്. അതായത് കുറേ സംസാരിക്കുന്നത്, കുറേ അതായത് ആക്ഷന് ക്ലിയറായിട്ടൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ ലാസ്റ്റ് എപ്പിസോഡിൽ ആക്ഷൻ കുറച്ച് കൂടിപ്പോയി. അതായത് എല്ലാം പെട്ടെന്ന് അങ്ങ് നടന്നുപോയി. ആക്ച്വലി ഇതിൻ്റെ സ്റ്റോറിയും ഒക്കെ ഓൾറെഡി നമുക്ക് ലീക്കായിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി തന്നെ ഒരു ദിവസം മുന്നേ തന്നെ അമേരിക്കയിലുള്ള ഓഡിയൻസിന് വേണ്ടിയിട്ട് തിയേറ്ററിൽ റിലീസ് ചെയ്തു. സ്ട്രേഞ്ചർ തിങ്സും ആദ്യം ഇതേപോലെ തന്നെ ആയിരുന്നു. അതായത് മൊത്തം സീസണും എപ്പിസോഡ്സ് റിലീസ് ചെയ്തിട്ട് ലാസ്റ്റ് എപ്പിസോഡ് മാത്രം ഒരു ദിവസം മുന്നേ അമേരിക്കക്കാർക്ക് വേണ്ടി മാത്രം അവിടുത്തെ തിയേറ്റേഴ്സിൽ റിലീസാക്കി. അതേ സംഭവം തന്നെയാണ് ആമസോൺ പ്രൈം ഈ ബോയ്സിൻ്റെ ഇതിലും ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് എപ്പിസോഡ് ഒരു സിനിമ പോലെ തിയേറ്റേഴ്സിൽ റിലീസാക്കി. അത് കണ്ടിട്ടുള്ള ഒരുപാട് പേര് എന്തായാലും പറയാണ്ടിരിക്കുമോ? അങ്ങനെ അത് പറഞ്ഞിട്ട് ഒരുപാട് സ്പോയിലേഴ്സ് എന്തായാലും ഓൾറെഡി തന്നെ നൈറ്റ് തന്നെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതായത് പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി പ്രെഡിക്റ്റ് ചെയ്ത പോലെ തന്നെ അങ്ങ് എൻഡായി. അങ്ങനെ ഹോംലാൻഡർ യുഗത്തിന് ഒരു എൻഡായി. സോ ഈ എപ്പിസോഡ്സിനെ കുറിച്ചും മൊത്തം സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ എന്തായാലും താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് അറിയാലോ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.